മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതന ധർമ്മവിരുദ്ധ പരാമർശം ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണെന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രി പൂർണ്ണമായും പരാജയപ്പെട്ടു. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ആക്രമിക്കപ്പെടുന്നത് കേരളത്തിലാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ ബി.ജെ.പി. ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിവിധ വിഷയങ്ങളിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കിയത്. സനാതന ധർമ്മത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആദ്യം മുഖ്യമന്ത്രി തയ്യാറാകണം. അതല്ലാതെ ഹിന്ദു വിരുദ്ധതയും സനാതന ധർമ്മത്തെ അപമാനിച്ചും അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. In Kerala politics, when you run out of anything or when you want to distract the voters of Kerala from your own failures, you start bringing the Hindu card, and now when the Hindu card is not working, you try and become very smart and call it Sanatana Dharma. Look, Pinarayi Vijayan has been Chief Minister for 8 years. Let him talk about his performance. Let him talk about how the state has become bankrupt. Let him talk about how Hamas comes in unquestioned and gives speeches to radicalize the youth of Kerala. കേരളം മിനി പാകിസ്ഥാൻ എന്ന ഉപമ ചർച്ച ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കണമെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പരാജയമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ പാകിസ്ഥാന് പുറമെ ആക്രമിക്കപ്പെടുന്നത് കേരളത്തിലാണ്. ഹമാസ് ഭീകര സംഘടനയെ അനുകൂലിച്ച് പ്രകടനം നടന്നതും കേരളത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹമാസ് റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവുന്നത് നമ്മുടെ കേരളയിലാണ്. അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരെ വർഗീയവാദി ഇത് വിളിച്ച് കേസ് ഫയൽ ചെയ്യുന്നത് നമ്മുടെ നാട് കേരളയിലാണ്. നമ്മുടെ നാട്ടിൽ ഒരു സർവിങ് കേണൽ ഇന്ത്യൻ ആർമി ഓഫീസറിനെ അസോൾട്ട് ചെയ്യാനുള്ള ധൈര്യം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ, എന്നിട്ട് ആ കേസിനെ ഒരു സോഫ്റ്റ് പെഡൽ ചെയ്യാനൊരു ഒരു 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 എന്താ പറയുന്ന ഒരു പെർസെപ്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലെജിറ്റിമേറ്റ് ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് പോകുന്നത് എവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം? പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ വിട്ടിട്ട് കേരളയിൽ മാത്രമാണോ ഇങ്ങനെ അസോൾട്ട് നടക്കുന്നത്? തമിഴ്നാട്ടിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പീഡനക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാനാണ് DMK സർക്കാർ ശ്രമിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ DMK സർക്കാർ പ്രതിഷേധിച്ച BJP നേതാക്കളെ അന്യായമായി അറസ്റ്റ് ചെയ്തെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനം, ഡൽഹി.